നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. SIR നടപടികളും ഇലക്ഷൻ കമ്മീഷന്റെ അകമഴിഞ്ഞ സേവനവും ഉണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്തും BJPക്ക് അവിടെ വിള്ളലുണ്ടാക്കാം. പക്ഷേ അതിപ്പോഴും ദക്ഷിണേന്ത്യയിൽ പയറ്റാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വിജയം പശ്ചിമ ബംഗാൾ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം തെലങ്കാനയും കർണാടകയും തിരിച്ചു പിടിക്കലാണ്. കർണാടകയിൽ വീണ്ടും BS യെദ്യൂരപ്പയെ സജീവമാക്കാൻ ശ്രമിക്കുന്നു. അമിത്ഷാ യെദ്യൂരപ്പയെ കാണുന്നു. ലിംഗായത്ത് വോട്ടുകൾ ഏകീകരിക്കുകയും മറ്റ് സമുദായങ്ങളുടെ, അതായത് യെദ്യൂരപ്പയെ അനുകൂലിക്കുന്ന മറ്റ് സമുദായക്കാരുമുണ്ട്, അവരുടെ വോട്ട് കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്താൽ ബംഗാൾ പോലെ കർണാടകയിലും BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാം. BJP ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയിട്ടുള്ളത്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നേടിയിട്ടുള്ളത് 108 സീറ്റുകളാണ്. അപ്പോഴും കേവല ഭൂരിപക്ഷം കർണാടകയിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഇത്തവണ അതും മറികടന്ന് കോൺഗ്രസിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും മെഷീനറികളെയും മറികടക്കും എന്നൊക്കെയാണ് ഗീർവാണം അടിച്ചുവിടുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർണാടകയിൽ എത്ര ഇനി ആഞ്ഞു കളിച്ചാൽ BJPക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. കാരണം യെദ്യൂരപ്പയെ ഉപയോഗിക്കുന്ന ഒരു കറിവേപ്പില പോലെയാണെന്ന് ലിംഗായത്തുകാർക്ക് വളരെ വ്യക്തമായി അറിയാം. ഇവിടെ ലിംഗായത്തും ഒക്കെ ലിംഗായത്തും അങ്ങനെയൊന്നുമല്ല കർണാടകയിൽ ഇപ്പോഴത്തെ പോരാട്ടം. ആർക്കാണ് കൂടുതൽ മുൻതൂക്കം? അത് കോൺഗ്രസിന് തന്നെയാണ് തെലങ്കാനയിലും കർണാടകയിലും മുൻതൂക്കം. പഞ്ചാബിൽ രാഘവ് ചന്ദ്ര ഇറക്കി അവിടെ ആം ആദ്മിയെ ചിലപ്പോൾ തകർക്കാൻ കഴിയുമായിരിക്കും. കോൺഗ്രസിൻ്റെ ബേസ് വോട്ടുകളെ തൊടാൻ പോലും BJPക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ BJP 2026 ശേഷം 27 ശ്രമിക്കുന്നത് പഞ്ചാബ് സ്വന്തമാക്കുക, അവസാന ഭാഗത്തിൽ ഹിമാചൽ പ്രദേശ് തിരിച്ചു പിടിക്കുക. മറ്റെല്ലാ സംസ്ഥാനങ്ങളും BJPയുടെ കയ്യിലാണല്ലോ. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാറ്റമില്ലാതെ അതാത് BJP സർക്കാർ തന്നെ തുടർ ഭരണം നടത്തുമെന്ന ഓവർ കോൺഫിഡൻസിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ, ഇതര സംസ്ഥാനങ്ങളിൽ BJP ഇതര സർക്കാരുകൾ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ അട്ടിമറിക്കുക, വിടക്കാക്കി തനിക്കാക്കുക, ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, കൂടുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്ന സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ ഫ്രീ ബീസ് പൊളിറ്റിക്സുമായി BJP ഇറങ്ങുക. മഹാരാഷ്ട്രയിലും ബീഹാറിലുമൊക്കെ നടത്തിയ അതേ പ്രൊപ്പഗാൻഡയുമായി ഇറങ്ങി വിജയം നേടിയെടുക്കുക. ഇതാണ് BJPയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പോരാട്ടം അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ വാസ്തവം. ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും കോൺഗ്രസോ ഇന്ത്യ മുന്നണി നേതാക്കളോ ശ്രമിക്കരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ BJPയുടെ കള്ളക്കളി ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയത്തും അവർ അതിൽ ഒരു കൂസലുമില്ലാതെ ആ പണി തുടർന്നുകൊണ്ടേയിരിക്കും.